ഹലോ. ഫസ്റ്റ് മൂവി ഏതായിരുന്നു ചേച്ചിയുടെ? മൂവി പ്ലേ ഗേൾസ്, തമിഴില് പ്ലേ ഗേൾസ്. സുസ്മിത മെയിൻ ഹീറോയിന്, അവരുടെ അനിയത്തി ക്യാരക്ടർ. ഫസ്റ്റ് അത് നമുക്ക് അറിയാതെ ചെയ്തു പോയതാ. കാരണം എനിക്കറിയില്ല അപ്പൊ ഇങ്ങനത്തെ ഫിലിംസ് ഉണ്ടാവുമെന്ന്. ഞാൻ ഒരു ഫിലിമില് റോൾ കിട്ടി, അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെയാണ് അറിഞ്ഞത് ഇത് അങ്ങനത്തെ ചെറിയ ബഡ്ജറ്റ് ഫിലിം, ഇത് ഗ്ലാമർ ഫിലിമെന്ന്. സിനിമ എന്ന് പറയുന്ന ഒരു സംഭവം എങ്ങനെയാണ് വന്നത്? ജീവിക്കാൻ വേണ്ടി പല ജോലികളും ചെയ്തു അമ്മ തന്നെ? അങ്ങനല്ല, എനിക്ക് മുമ്പേ ആഗ്രഹമായിരുന്നു സിനിമയില് നടിക്കണം, അതിനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ പോകണം എന്നറിയില്ലാതായിരുന്നു. അപ്പൊ എനിക്ക് നമ്മുടെ വീട്ടിൽ ഓപ്പോസിറ്റിൽ തന്നെ ചില സിനിമാ കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഒപ്പം ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് മാനാണ് എനിക്ക് ഇങ്ങനെ ആക്ട് ചെയ്യാൻ ഐഡിയ മോളോന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. പിന്നെ അവര് ഇമ്മീഡിയറ്റ്ലി ഓക്കെ പറഞ്ഞ് ഫോട്ടോ സെഷൻ പോലും എടുത്തില്ല. അങ്ങനെ അറിയാതെ വന്നതാ സിനിമ. പക്ഷെ എനിക്ക് ഇഷ്ടമായി വന്നതാ. അതിന് ശേഷം പഠിക്കണമെങ്കിൽ എനിക്ക് 10th ഞാൻ ഫെയിലായി. അപ്പൊ തിരിച്ച് എക്സാം എഴുതുന്നത് എന്തെങ്കിലും അതിന്റെ തന്നെ എക്സാം എഴുതി പാസ്സാവും. അറിയാതെ എങ്ങനെയാന്ന് വിചാരിച്ച് എനിക്ക് പഠിപ്പ് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ പഠിച്ചാ ഞാൻ വിചാരിച്ച ഒരു പോലീസ് കോൺസ്റ്റബിള്, പോലീസിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ പഠിക്കാത്ത കൊണ്ട് സിനിമയിലേക്ക് വന്നതാ. ഈ ഒരു തരത്തിലേക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു പോയത്, ആ ഒരു കാര്യം ഒന്ന് സംസാരിക്കാമോ? ഇപ്പോ സിനിമയിലേക്ക് വന്നു, അത് എല്ലാവർക്കും അറിഞ്ഞ സ്റ്റോറി. എങ്ങനെ വന്നത്, 10th ഫെയിലായി, പിന്നെയും അതുകൊണ്ട് ബുക്കിലും കൂടെ ഉണ്ട്. ഇപ്പൊ ഇത് നമുക്ക് ഈ കാറ്റഗറി ഓഫ് മൂവീസ് ഇത് ഞാൻ ചൂസ് ചെയ്തതല്ല. അപ്പൊ കേരളത്തില് ഈ ചെറിയ ബഡ്ജറ്റ് ഫിലിംസ് ഉണ്ടായിരുന്നു. സോ ചിനാവ് തുമ്പി കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാല്, ഞാൻ എന്റെ അച്ഛൻ മരിച്ചുപോയി. 8 months എന്ത് ജോലി എടുത്തില്ല. കാരണം എനിക്കൊന്നും മനസ്സിലായില്ല എങ്ങനെ ഇപ്പൊ സംസാരിക്കണം. അതിന് മുമ്പ് അച്ഛനാണ് സംസാരിച്ചത് ഫിലിംസ്ക്ക് വേണ്ടി എത്ര വാങ്ങണം, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ എന്റെ അമ്മ ചോദിച്ചു, എന്താ ഇങ്ങനെ തന്നെ ഇരുന്നാല് നമുക്ക് ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ ഫിലിം ഒന്ന് ചെയ്തോടെ എന്ന് ചോദിച്ചതാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഫീലിംഗ്സ് ഇല്ലല്ലോ അമ്മയ്ക്ക് വേണ്ടത്, അവർക്ക് വേണ്ടിയത് പൈസ എന്ന് വിചാരിച്ചാ ഞാൻ കിനാവ് തുമ്പി ഓക്കെ പറഞ്ഞത്. കിനാവ് തുമ്പി വേണ്ടാന്ന് പറഞ്ഞത് എനിക്ക് മലയാളം മനസ്സിലായില്ല. അപ്പൊ അതിക്ക് വേണ്ടി വേണ്ട, നമുക്ക് തമിഴ് തന്നെ ചെയ്താൽ മതി, ഇത് മലയാളം മനസ്സിലാവില്ല ആണ്. അതിന് ശേഷം അത് ഓക്കെ പറഞ്ഞിട്ട് കിനാവ് തുമ്പി കിട്ടായത്തെ ശേഷമാണ് ഞാൻ അറിഞ്ഞത് അവിടെ ഇന്നത്തെ ഈ തരത്തിൽ ഫിലിമിന് സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായത് ആഫ്റ്റർ 1 year ഓഫ് റിലീസ് ഓഫ് കിനാവ് തുമ്പി. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു ഇന്റർഫിയറൻസ് എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ അമ്മ ഇതിനകത്തേക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് അമ്മയുടെ ഒരു സ്ഥാനം കിടക്കുന്നത്? അപ്പം അത് എങ്ങനെ പറഞ്ഞാല്, ശരിക്കും പറഞ്ഞാൽ അത് നെഗറ്റീവ് ഇല്ല. അത് എങ്ങനെ വന്നാ അവര് വളരെ പോവർട്ടി ഫാമിലിയിൽ നിന്ന് വന്നതാ. ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ വന്നതാണ് ഞങ്ങളൊക്കെ. അമ്മയും അങ്ങനെ തന്നെയാ. സോ കുറച്ച് പൈസ കണ്ടപ്പോ അമ്മ ടോട്ടലി മാറി. അപ്പൊ അവർക്ക് നമ്മുടെ റെസ്റ്റും നമ്മ എന്ത് കഴിച്ചു ഇതൊക്കെ അവർക്ക് ഒരു ഫീലിംഗും ഇല്ല. അവര് ചേച്ചിയും പിന്നെ അന്യന്മാരും ഉണ്ടായിരുന്നു, ചേട്ടന്മാരും ഉണ്ടായിരുന്നു. അവർ നോക്കിക്കൊണ്ടു. എന്നെ എന്താ കഴിച്ചോന്ന് പോലും ചോദിക്കുന്നില്ല. ക്വസ്റ്റ്യൻസേ ഇല്ല, എന്നെ അടുത്ത് സംസാരിക്കുന്നില്ല. അങ്ങനെയാ. ഞാൻ അമ്മയെ കുറിച്ച് തെറ്റൊന്നും പറഞ്ഞില്ല. കാരണം അമ്മേനെ ഒന്നും ഫോഴ്സ് ചെയ്തില്ല ഇതിൽ വരാൻ വേണ്ടി. ഞാനാണ് വന്നത്. പക്ഷെ എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. നമുക്ക് ലാസ്റ്റ് മമ്മി മരിക്കുമ്പോഴും എന്റെ ഒപ്പമാ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എല്ലാം ചെയ്ത് എനിക്ക് വേണ്ടി ഒരു ലൈഫ് വേണമെന്ന് അവരൊന്നും വിചാരിച്ചില്ല. അപ്പൊ ഞാൻ ആരെങ്കിലും ലവ് ചെയ്താലോ അത് വേണ്ടെന്ന് പറയുന്നതും, പിന്നെ കാരണം ഞാൻ പോയാൽ അവർക്ക് ആരുടെ ഉണ്ടാവുന്ന അവർക്ക് പേടി. സോ എനിക്കൊരു ലൈഫ് വേണമെന്ന് അവരൊന്നും വിചാരിച്ചില്ല. അതാണ് എനിക്ക് ദേഷ്യം പേഴ്സണലായിട്ട്. ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ഒന്നുമില്ല. അവർ അങ്ങനെ ആയിപ്പോയി. അവർക്ക് പൈസ വരുമ്പോ അവർ കൂടുതൽ ഷോ ഓഫ് ചെയ്തു. അവരുടെ ഊരിലൊക്കെ പോയി ഷോ ഓഫ് ചെയ്തു. അത് സാരീസ് വാങ്ങി കൊടുക്കുന്നതും
ജ്വല്ലറി വാങ്ങി കൊടുക്കണതും അതൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ തെറ്റ് പറയില്ല, ഓക്കെ ഫൈൻ. ബട്ട് ഇതും നമ്മ കുട്ടി തന്നെ ഇവർക്ക് ഒരു ലൈഫ് വേണമെന്ന് അവർ വിചാരിച്ചില്ല. അതാണ് ദേഷ്യം. എഴുതിയത് വായിച്ചത് നോക്കുവാണെങ്കിൽ അതിനകത്ത് അമ്മ ഇങ്ങനെ എന്താ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിഷ്യലായിട്ട് അവരാണ് എനിക്ക് പറഞ്ഞത്. കാരണം വീട്ടില് പോവർട്ടിയുടെ ഇതാണ്. അപ്പോ ഇത് വൺസ് ഓർ ട്വൈസ് ചെയ്താലേ നമുക്ക് ഇതിന്റെ കല്യാണം കെട്ടി കൊടുക്കാം, ഇതെല്ലാം വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒപ്പിച്ചു. അപ്പൊ ഞാനൊരു 16. 10th കഴിഞ്ഞതിന് ശേഷം? അതെ, 10th കഴിഞ്ഞ. ഓക്കെ. അപ്പം അച്ഛൻ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടായില്ലേ അങ്ങനെ? അച്ഛൻ അറിഞ്ഞില്ല. അവർക്ക് എനിക്ക് ശരിക്കും പറയാൻ കഴിയുന്നില്ല. കാരണം ഞാൻ ഇപ്പൊ ആലോചിച്ച് നോക്കിയാലേ അച്ഛൻ ചോദിച്ചില്ലേ ഇവിടെ എവിടെയാ പോയത് രാത്രിയില്? അത് ചോദിച്ചിട്ടുണ്ടായിരിക്കുമല്ലേ? അപ്പൊ അമ്മേന്റെ അടുത്ത് കള്ളം പറഞ്ഞതാ അച്ഛനക്ക് അറിയില്ല എന്നാ. അത് എനിക്ക് ശരിക്കും എങ്ങനെ പറയാ, ഇതാണ് നടന്നത്. ഇതാ അപ്പൊ അച്ഛനെ വീട്ടിലുണ്ടായാല് ഒരു കുട്ടി ഇല്ലാതപ്പോ അവൻ ചോദിക്കണം എവിടെ പോയി എന്നുള്ളത്. അവരെപ്പോഴും എന്നെ ചോദിച്ചതേ ഇല്ല. പക്ഷെ അമ്മ പറയും അച്ഛനും വന്ന മുമ്പേ വരണം, അച്ഛനെ പോയതിനു ശേഷം വീട്ടിലുള്ള വരണം, അവർക്ക് അവരുടെ അടുത്ത് ഒന്നും പറയരുത്, അവര് ദേഷ്യം പിടിക്കും, അടിക്കും, പിന്നെ അതും ഇതും ഒക്കെ പറഞ്ഞു. ഇപ്പൊ ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ ഹമ്പക്കായിരുന്നു. അച്ഛനും അറിഞ്ഞിരിക്കുക എനിക്കൊരു ഡൗട്ട്. സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ വേണമെന്ന് വിചാരിച്ചിട്ട് പോവാത്ത കുറെ ഘട്ടങ്ങളിലൂടെ പോയതാണ്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ലൈഫ് എങ്ങനെയാ ചേച്ചി കാണുന്നത്? ഇപ്പൊ മൈൻഡും എനിക്ക് വളരെ സ്റ്റഡിയായി. ഇപ്പൊ എനിക്ക് ഏത് വിഷയത്തിലും ആഗ്രഹമില്ല. നമുക്ക് സ്വന്തം വീട് വേണം, 4-5 കാറ് വേണം, ഒരു ബംഗ്ലാവ് വെക്കണം, അതൊന്നും ആഗ്രഹമല്ല. ഇതില് തിരിച്ചു നോക്കിയാൽ ഒന്നുമില്ല. വീട്ടിൽ തന്നെ വെക്കാൻ പോകുന്നില്ല. ഞാൻ മരിച്ചാലും വെക്കാൻ പോകുന്നത് ഗ്രേവ് യാർഡില്ല. ഇത് എന്തിനു വീടിന് അതിനു വേണ്ടി ഞാൻ എക്സ്ട്രാ കഷ്ടപ്പെടണം. പക്ഷെ ഇപ്പൊ ഞാൻ റെന്റഡ് ഹൗസില് എവറി മന്ത് എനിക്ക് 3-4 days ഷൂട്ടിംഗ് ഉണ്ട്. തെലുങ്ക് ഫിലിം, അല്ലാതെ കന്നഡ ഫിലിം, അല്ലെങ്കിൽ തമിഴ് ഫിലിം, അത് വെച്ചിട്ട് ജീവിച്ചുകൊണ്ട് പോയിരിക്കുന്നുണ്ട്. നത്തിങ് സേവിങ്സും ഇല്ല. ഇന്ന് എനിക്ക് സഡൻലി എന്തെങ്കിലും ആയാലും ഹോസ്പിറ്റലൈസ് ആണെന്നാലും എനിക്ക് ചെലവ് ചെയ്യാൻ പോലും പൈസ ഇല്ല. ബട്ട് എനിക്ക് ആ എക്സ്പെക്ടേഷൻസും ഇല്ല. എനിക്ക് വേണ്ടി ബാങ്ക് ബാലൻസ് വെക്കണം അങ്ങനെ ഒന്നുമില്ല. നോർമൽ ലൈഫ് ലൈക്ക് ഹോൾ മന്ത് വീട്ടിലുണ്ടാവും, 20 days വീട്ടിലുണ്ടാവും, 5 days 6 days ഷൂട്ടിങ്സ് കിട്ടിയാൽ മതി. അതിന് വെച്ചൊരു 2 months റൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നോർമൽ ഒരു ജസ്റ്റ് ലൈക്ക് ഓഫീസ് പോയാൽ എങ്ങനെ ആ പൈസ 50,000 1 lakh കിട്ടിയാൽ അത് വെച്ച് നെക്സ്റ്റ് 2 months 3 months ടൈം കറക്റ്റായി ഉണ്ടാവും. വർക്ക് കിട്ടിയില്ലെങ്കിലും ഓക്കെ, അങ്ങനെയാണ്. സിനിമ ഫീൽഡിനെ കുറിച്ച് പൊതുവെ പറയണത് ഭയങ്കര ലേഡീസ് അത്ര സേഫ് അല്ല, ഹീറോയിൻസ് വരുവാണെങ്കിലും അവർ സേഫ് അല്ല, അങ്ങനെ ഭയങ്കരമായിട്ട് പഴി കേൾക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി. ആൾക്കാരുടെ ഒരു പെരുമാറ്റം എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും എല്ലാന്നുണ്ടെങ്കിലും? അങ്ങനെ പഴി അങ്ങനെയൊന്നുമില്ലല്ലോ, എന്നെ സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നൊന്നുമില്ല. ഇൻഡസ്ട്രിയില് ഓക്കെ ഐ എം ആൻ ആക്ട്രസ്, അത്രേ ഉള്ളൂ. ഈ ബി ഗ്രേഡും AC ഗ്രേഡും A ഗ്രേഡ് അതൊന്നും സെപ്പറേഷൻ ഒന്നുമില്ല, നോർമൽ ആയിട്ട് കാണുന്നുള്ളൂ അതൊന്നും. പിന്നെ ഈ ഹീറോയിൻസിന് ഈ സിനിമ സേഫ് ഇല്ലാതെ നമുക്ക് അറിഞ്ഞ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരും ഫോഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ വന്നാല് സിനിമയെ കുറിച്ച് അതൊരു തെറ്റാണ്, റോങ് തോട്ട്. അത് ഈ സിനിമ വന്നാൽ ഇങ്ങനെ ആയിപ്പോ അങ്ങനെ ആയിപ്പോ അങ്ങനെ ഹീറോയിൻസ് കിട്ടുന്നില്ലോ. ഇപ്പൊ നോക്കിയാല് മലയാളത്തിൽ നമുക്ക് എത്ര കുട്ടികളുണ്ട് ഹീറോയിൻസ്. ഓക്കെ, സോ സിനിമ ഇറ്റ്സ് നെവർ എ ബാഡ് ബിസിനസ്, ഇറ്റ് നെവർ ഈവൻ വാസ് എ ബാഡ് ബിസിനസ്. ഇന്നും അത് നല്ല, നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ കറക്റ്റായി ഉണ്ടായാൽ നമുക്ക് ഏത് കുഴപ്പമില്ലാതെ പോകും. ചേച്ചി അഭിനയിക്കാത്ത കുറെ സിനിമകളിൽ ചേച്ചിയുടെ പേരിലായിട്ട് വന്നു. അതായത് ചേച്ചി കോൾ ഷീറ്റ് കൊടുക്കുകയോ പൈസ മേടിക്കുകയോ ഒന്നും ചെയ്യാതിരുന്ന കുറെ സിനിമകളില്
അതിനെ കുറെ ആൾക്കാർ പറ്റിച്ചിട്ടുണ്ട് ചേച്ചീനെ. ഒരു സിനിമയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തിട്ട് കുറെ സിനിമകൾ ഇറക്കുക. അപ്പൊ അത് ഇനീഷ്യലി മലയാളം എനിക്ക് മനസ്സിലാകാത്തപ്പോ ചെയ്തതാ. അപ്പൊ മനസ്സിലാപ്പോ ഞാൻ ഓക്കെ ഇതെന്താ ഈ ഡയലോഗ് എങ്ങനെ, ഈ ദിവസം എങ്ങനെ, എന്താ നടക്കുന്നെന്നും അപ്പൊ മനസ്സിലായാണ് ഒരു ഫിലിംക്ക് ഒരു നാളിൽ 2 നാൾ തന്നെ തരും എന്നൊക്കെ പറഞ്ഞത്. അതിനുശേഷം അത് നടന്നില്ല. പക്ഷെ ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നത്. ടുഡേ ഇവരെ പൈസയും കൊടുക്കുന്നില്ല, എന്റെ പേര് മാത്രം യൂസ് ചെയ്തോളൂ. തമിഴും തെലുഗും കന്നഡ എല്ലാ ഫിലിമിലും മാക്സിമം അറ്റ്ലീസ്റ്റ് 10 ഫിലിമിൽ 2 ഫിലിമിൽ എന്റെ പേരുണ്ടാവും. അതായത് പഴയ സിനിമകളാണ് അത് ഇപ്പൊ ആക്ട് ചെയ്യുന്ന സിനിമകളിൽ തന്നെ ചേച്ചിയുടെ പേര് യൂസ് ചെയ്തിട്ട് അതെ ആക്ട് ചെയ്യുന്ന ഫിലിംസ് അത് എല്ലാവർക്കും ഷക്കിലിന്റെ ഫിലിം കാണാൻ പോയതാന്ന് ഡയലോഗ് വരും. അല്ലെങ്കിൽ ഷക്കിലെ ഫാൻ അസോസിയേഷൻ എന്തെങ്കിലും അങ്ങനെ ഒരു ഡയലോഗ് വെക്കും. ഇപ്പോൾ അത് ഒബ്ജക്ട് ചെയ്യുന്നില്ല, കാരണം എന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ക്ലാപ്സാ തിയേറ്ററിൽ. അപ്പൊ അത് നമുക്ക് എന്തിനാ ഒബ്ജക്ട് ചെയ്യുന്നത്, നല്ല വിഷയമല്ലേ. അപ്പൊ മനസ്സിലാവുന്നില്ല ഞാൻ ഇനിയും ലൈം ലൈറ്റിലുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒബ്ജക്ട് ചെയ്തില്ല. ഒരു മലയാള സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഒരു നല്ല ക്യാരക്ടർ റോള് ചെയ്തിട്ട് സിനിമയിലേക്ക് വരണമെന്ന്. ഞാൻ ഇത് അപ്രോച്ച് ചെയ്തില്ല, പക്ഷെ എനിക്ക് റോൾസും വന്നില്ല. എന്തുകൊണ്ട് വന്നില്ല എന്ന് എനിക്കറിയില്ല. എനിക്ക് അതിന്റെ ഓഫറും ഇല്ല. കേരളത്തിൽ തമിഴും കന്നഡവും ഇപ്പോഴും തെലുങ്കിൽ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, കന്നഡത്തില് ഡാഡിയിൽ ഒരു ഫിലിം ചെയ്യുന്നുണ്ട്, തമിഴില് 4-5 ഫിലിംസ് ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ മാത്രം വന്നില്ല. അത് അവർക്ക് തിരിച്ചു കൊണ്ടുവരാൻ ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല എന്നാ എന്റെ വിചാരം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനും പോലും വേണമല്ലേ. ട്രാൻസ്ജെൻഡേഴ്സിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മടി കാണിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഇപ്പോഴും നമ്മളുടേത്. അപ്പൊ ഇങ്ങനെ ഒരാള് നമ്മള് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ ഇന്റർവ്യൂസിലാണെങ്കിലും തുറന്നു പറയണു ഇന്ന ആളാണ് കൂടെ നിൽക്കുന്നത്. അപ്പം അത് എങ്ങനെയെങ്കിലും തങ്കത്തിന്റെ ലൈഫിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ? തങ്കത്തിന്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു ലൈഫിലെന്നൊന്ന് പറയാമോ? തങ്കത്തിന്റെ എൻട്രി എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ എനിക്കൊരു അസിസ്റ്റന്റ് ആയിട്ട് വന്നതാ. അപ്പൊ വീട്ടില് അമ്മയും മരിച്ചുപോയി. അപ്പൊ അവൻ കണ്ടപ്പോ ആരും ഇല്ലാത്ത ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഇവിടെ തന്നെ നിന്നിട്ട് ജോബ് ചെയ്യാവോന്ന്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടായതാ. അവനൊരു 3-4 months ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ തമ്മിൽ ഇത്തിരി ക്ലോസ് ആയി. അവനെന്നെ അമ്മേനെ വിളിച്ചു. പിന്നെ ആ ഒരു ബോണ്ടിങ് സ്റ്റാർട്ടായി അവിടെ നിന്ന്. അങ്ങനെയാ. ഇപ്പൊ ഈ സൊസൈറ്റിയില് ഇങ്ങനത്തെ ആളെ ആക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെയാണ് ഒരു പ്രശ്നമുണ്ട്. ഞാൻ തുറന്നു പറഞ്ഞാൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. കാരണം നമുക്ക് ഒന്നായി ഉണ്ടായാൽ മാത്രം തന്നെ അറിയാം അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്. അവന് കുക്ക് ചെയ്യുന്നതും അവന് വീട്ടിൽ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും പിന്നെ അവന് എന്റെ ഡേറ്റ് നോക്കുന്നതും എല്ലാം അവൻ തന്നെയാ. സോ നമുക്ക് ജഡ്ജ്മെന്റൽ ആവാൻ നമുക്ക് റൈറ്റ്സ് ഇല്ല. അൺലെസ് ആൻഡ് അൺടിൽ നമുക്ക് അവരൊപ്പം ഉണ്ടായിരുന്നു, പിന്നെ അവരൊപ്പം എങ്ങനെ ഉണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മനസ്സിലാക്കിയ അവര് പോലും നല്ലവരും കാണത്തില്ല, നമുക്ക് അവരെ പോലും കെട്ടവരും കാണത്തില്ല എന്നാ. മനസ്സിലായോ? അവർ ലവ് ചെയ്താല് അങ്ങനെ ഒരു ലവ് ഉണ്ടായിരിക്കും. ഒരു അമ്മയാകട്ടെ നമ്മൾ അവരെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നത്. എന്നെ ഒരു അമ്മ അഡോപ്റ്റ് ചെയ്തു. അവര് ദിവസം എനിക്ക് കോൾ ചെയ്യും, പിന്നെ എവറി വീക്ക് എന്നെ വിസിറ്റ് ചെയ്യും. പിന്നെ വീട്ടില് എന്ത് വേണം അത് നമുക്ക് അൽഹംദുലില്ലാ ഉണ്ട്. പക്ഷെ അവരുടെ ഒരു മദർ എങ്ങനെ ഉണ്ടാവണം, പ്രോപ്പർ മദർ. വീട്ടിലേക്ക് വരും, ഇത് ക്ലീൻ ചെയ്യാൻ പറയും. അവർ 2 ആൾക്കാരെ കൂട്ടിയിട്ട് വരും, അത് ക്ലീൻ ചെയ്യും ഇത് ക്ലീൻ ചെയ്യും എന്നൊക്കെ പറയും. പിന്നെ വീട്ടിൽ എന്തെങ്കിലും വേണോ ആ വസ്തുക്കളൊക്കെ വാങ്ങി വെക്കും. അങ്ങനെയാണ് ഒരു പ്രോപ്പർ മദർ. തങ്ങും ഒരു പ്രോപ്പർ ഡോട്ടർ. അങ്ങനെയാണ് റിലേഷൻഷിപ്പ് ആവും. അണ്ടർസ്റ്റാൻഡ് യു ബി വിത്ത് ദം, യു വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദം. കല്യാണത്തിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടോ ചേച്ചി? ഒരു അഫയർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അത് പക്ഷേ ഒരു അഫയർ ഉണ്ട് 7 years ആയിട്ട്. അവർ ഫാദർ നോട്ട് അക്സെപ്റ്റിംഗ്. അതുകൊണ്ട് so we are living in together. Father is not accepting, so we are not forcing ourselves.
ഓക്കെ നടക്കണമെങ്കിൽ നടക്കും. പിന്നെ ഇതിൽ ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ലിവിങ് ആസ് എല്ലാം നടക്കുമ്പോൾ ഈ കല്യാണം എന്നത് ജസ്റ്റ് വൺ മാരേജ് ഇസ് ജസ്റ്റ് എ സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് വേണ്ടല്ലോ. ഐ എം ഗെറ്റിംഗ് ലവ്, ഐ എം ഗെറ്റിംഗ് ഇനഫ് ലവ്, ഐ എം ബീങ് ലവ്ഡ്. Then what else you want? So marriage, if he is ready to get married, I am ready to get married. If he wants to be just like this, I am also ready to be like this. ഇപ്പൊ ലൈഫില് ബാക്കിയുള്ള എല്ലാവരും ചേട്ടന്മാരും ചേച്ചിമാരും ആരും നോക്കണില്ല, അല്ലെങ്കിൽ അവരുമായിട്ടൊന്നും ഒരു കണക്ഷൻ ഇല്ല. എല്ലാ ചേട്ടന്മാരും മരിച്ചുപോയി, അനിയത്തി മരിച്ചുപോയി. ഒരു അനിയനുണ്ട്, അവന് മാത്രം വീക്കിലി ട്വൈസ് വരും ഫാമിലി ആയിട്ട്. അവന് മാത്രം കമ്മ്യൂണിക്കേഷനില്. പിന്നെ ചേച്ചിമാരൊക്കെ സംസാരിക്കുന്നില്ല. അമ്മ വിചാരിച്ചത് എങ്ങനെയെന്ന് വെച്ചാല് അമ്മയെ അവർ പേടിപ്പിച്ചു. വീട്ടില് പൈസ വെച്ചാൽ ഈ ഇൻകം ടാക്സ് ആൾ കൊണ്ടുപോകുന്നതൊക്കെ പേടിപ്പിച്ച് അങ്ങനെ ആയിപ്പോയതാ. ഇപ്പൊ ഇത് ദേഷ്യവും ഇല്ല, എന്റെ പൈസ പോയെന്നൊക്കെ ദേഷ്യമില്ല. ടു മച്ച് ഓഫ് എനിത്തിങ് ഇസ് പോയിസൺ. അത്ര പൈസ ഉണ്ടായി നമുക്ക് പൈസ കഴിക്കാൻ ഭക്ഷണമല്ലേ വേണ്ടേ? അത് മണി ഡസൻ മാറ്റർ. എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ അവര് ഇപ്പൊ എന്നത് സംസാരിക്കുന്നില്ല. ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്ത ഇപ്പോഴാണ് അവര് റിയലൈസ് ചെയ്യുന്നുണ്ട്. മലയാളം ഫിലിമിലൊക്കെ ചെയ്തു, സെക്സ് ഫിലിമൊക്കെ ചെയ്തു, എന്റെ ഫാമിലിയില് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് എനിക്ക് ദേഷ്യമാണ്. ഇപ്പൊ 5-6 years ആയിട്ട് ഇതാ നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ MBA-വും പിന്നെ MRക്കും പഠിക്കാൻ ഞാൻ തന്നെ ഫീസ് കട്ടിയത്. അപ്പൊക്കെ ഞാൻ നല്ലവളാ. പൈസ ആവശ്യമുണ്ട്, ഞാനിപ്പോ ആവശ്യമില്ലാത്തവളായിപ്പോയി. ആക്ടിങ് ആയിരുന്നില്ല, അല്ലെങ്കിൽ തിരിച്ച് ആക്ടിങ്ങിലേക്ക് വന്നിരുന്നില്ല. ഒരു ഗ്യാപ്പ് എടുത്തിട്ട് പിന്നെ തിരിച്ച് ആക്ടിങ്ങിലേക്ക് വന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്ത് ജോലി നോക്കുമായിരുന്നു? അങ്ങനെ ഉണ്ടായിരുന്നാൽ ഞാൻ ആർക്കെങ്കിലും കീപ്പായിട്ട് പോയി നിൽക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആക്ടിങ് ഈ ബിറ്റ്വീൻ ഗ്യാപ്പില് ഒരു 4 years ആഫ്റ്റർ 2001 ഒരു 4 years എനിക്ക് ജോലി ഇല്ലാതെ വന്നു. അപ്പൊ അതിനുശേഷമാണ് തെലുഗു ഫിലിം കിട്ടിയത്, തേജ സാറുടെ ജയം. അപ്പൊ അത് ഇല്ലാതെ എങ്കിൽ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യും? either prostitution, which is not fair, at least for me at that age. കാരണം ഞാൻ അത് ഇനീഷ്യലി ഐ ഓൾസോ ഡൺ ഫ്യൂ തിങ്സ്. സോ ഇപ്പൊ എനിക്ക് അതിൽ പോകണമെന്ന് വിചാരമില്ല. പിന്നെ എങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ പാക്കിടും. So what I should have done is, ആരെങ്കിലും ഒരു വയസ്സായ ആള് കണ്ടിട്ട് അവർക്ക് കീപ്പായിട്ട് എനിക്ക് മന്ത്ലി 50,000 60,000 കൊടുക്കുക. അതിന് സംസാരിച്ച് ഞാൻ അങ്ങനെ ഉണ്ടായിരിക്കും. എന്റെ വിചാരം അങ്ങനെ. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.